ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിപ്പും മുരിങ്ങ ഇലയും കൂടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കറി നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചിക്കനൊക്കെ വെച്ചിട്ടാവും വയ്ക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുക. നോൺ വെജിൻ്റെ കൂടെയാണ് ചിലപ്പോൾ ഈ കറി ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയ കപ്പോളം പരിപ്പ് കഴുകി നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒറ്റൊരു വിസിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുക. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഞാൻ അതിലിടുന്നുണ്ട്. മുളക് പൊടി അപ്പം തന്നെ ഇടാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഇറക്കിയതിന് ശേഷം ഇട്ടാലും മതി. അപ്പോൾ ഞാൻ അതിൽ തന്നെ ഒരു ടീസ്പൂൺ മുളകും മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ഒറ്റ വിസിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയൊക്കെ പരിപ്പ് വെന്തിട്ടുള്ളൂ, ഒന്നും കൂടി വേവണം. അപ്പോൾ ആ വേവിലേക്ക് നമ്മൾ മുരിങ്ങയില ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ മുരിങ്ങയില കഴുകി ഓരോന്നും നമ്മൾ പൊട്ടിച്ച് മുരിങ്ങയില എടുത്ത് വയ്ക്കാൻ അത്ര പാടുണ്ട് പൊട്ടിച്ചെടുക്കാൻ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചത് നമ്മൾ ഈ പരിപ്പിൽ ഇട്ടിട്ട് നമുക്കിനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു മുറി തേങ്ങ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ അരയ്ക്കാനായിട്ട്. അപ്പോൾ ഇനി മുരിങ്ങയില അതിലിട്ട് ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല തണുത്ത വെള്ളം ഒഴിക്കേണ്ട, നമ്മളത് നല്ലപോലെ തിളയ്ക്കാൻ വെക്കുക. ഒന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് ഇളക്കുക, തുറന്ന് ഇളക്കി നല്ല കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ പ്ലെയിനായിട്ട് അരച്ചിട്ട് അതിലൊന്നും ഞാൻ ചേർക്കുന്നില്ല. ജീരകം വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ജീരകം ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് വേറെ ഒരു ടേസ്റ്റ് വരും. പ്ലെയിനായിട്ട് തേങ്ങ നല്ലപോലെ അരച്ചതിലോട്ട് ചേർത്തിട്ട് നമുക്കൊന്നും കൂടി തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ ഒരുവിധം കുറുകി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ പരിപ്പ് കറി. പരിപ്പ് മുരിങ്ങയിലും കറി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് നമ്മൾ ചിക്കനാണ് വയ്ക്കുക. ഞങ്ങൾ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റോ എടുക്കാറുണ്ട്. ഇനി നമ്മളിതിൽ കടുക് വറുത്ത് ചേർക്കുക. അപ്പോൾ കടുക് വെളിച്ചെണ്ണ 2 ടീസ്പൂൺ ഒഴിച്ച് കടുകും കറിവേപ്പിലയും മാത്രമേ ഞാൻ ചേർത്തുള്ളൂ. വറ്റൽമുളക് ഒന്നും ചേർത്തില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലൈറ്റ് കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.